പാടുന്നു ഏകാദിന നാഥാനി കേട്ടില്ലയോ കാരുണ്യം ചൊല്ലില്ലയോ രക്ഷക എൻ്റെ പാപഭാരമെല്ലാം യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ രക്ഷക എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ ഇടവഴി രക്ഷക എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ യേശുവേ മാർഗം നൽകണേ
പുസ്തകത്തിലെ തമിഴിനെയാണ്. മാറുവരെ പുറത്തു കൊള്ളുന്നത് എന്നെ പക്ഷെ മാറ്റുന്നതിനെ പുറത്തു കൊള്ളുന്നതില്ലേ? ഉറുമ്പുകൾ മാറിക്കൊണ്ടേ இருக்கோ. 5 வயசுல பையன்ல எங்க அப்பாவோட சூப்பர் அப்பா. 5 வயசு 10 வயசுல பையன் சொல்ல அம்மா கூப்பிடு, உன் வீட்டுக்காரர் சொல்லிடுமா அப்பா பையன் ரோட்ல வர மரியாதையே இருக்கு. 20 வயசாய பையன் சொல்ல 20 வயசாய பையன் சொல்ல 20 வயசாய பையன் சொல்ல തളരുവ മനസ്സിൽ പുതുജീവൻ ജനമേ മാലാമാരും ജനമേ സ്വർഗീയ ജനമേ മാലാമാരും ജനമേ സ്വർഗീയ നിന്നെ ഉൾക്കൊണ്ടോരൻ മനതായി നന്മകൾ മാത്രം എന്നും നിറയ്ക്കണേ. നിന്നെ ഉൾക്കൊണ്ടോരൻ മനതായി നന്മകൾ മാത്രം എന്നും നിറയ്ക്കണേ. നിന്നെ അറിയുന്നോരൻ ഹൃദയത്തിൽ നിന്നെ അറിയുന്നോ എൻ ഹൃദയത്തിൽ നാദാ നീ വസിക്കുന്നേ. ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ. തളരുവൻ മനസ്സിൽ പുതുജീവൻ സ്വർഗീയ ഭോജനമേ മാലാഖമാരുടെ ഭോജനമേ സ്വർഗീയ ഭോജനമേ മാലാഖമാരുടെ ഭോജനമേ സ്വർഗീയ ഭോജനമേ. ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ. തളരുവൻ മനസ്സിൽ പുതുജീവൻ സ്വർഗീയ ഭോജനമേ മാലാഖമാരുടെ ഭോജനമേ സ്വർഗീയ മാലാഖമാരുടെ ഭോജനമേ സ്വർഗീയ നിന്നെ ഉൾക്കൊണ്ടോരൻ മനതായി നന്മകൾ മാത്രം എന്നും നിറയ്ക്കണേ. നിന്നെ ഉൾക്കൊണ്ടോരൻ മനതായി നന്മകൾ മാത്രം എന്നും നിറയ്ക്കണേ. നിന്നെ അറിയുമോ എൻ ഹൃദയത്തിൽ നിന്നെ അറിയുമോ എൻ ഹൃദയത്തിൽ നാദാ നീ വസിക്കണേ. ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ. തളരുവൻ മനസ്സിൽ പുതുജീവൻ സ്വർഗീയ ഭോജനമേ മാലാഖമാരുടെ ഭോജനമേ സ്വർഗീയ ഭോജനമേ.
വരുമായിരുന്നു. ഈ ജോലി എല്ലാവരും വീട്ടിലെപ്പോൾ
പേര് കേട്ടിട്ടുണ്ട്. മക്കളൊക്കെ നല്ല ഉയർന്ന നിലയിലാണ്, ദൂരെയാണ്, അമേരിക്കയിലാണ് എന്നൊക്കെ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്. അവരെല്ലാം ചെന്നൈയിലുണ്ടായിരുന്നു. ഒരാൾ ചെന്നൈയിലെ വലിയൊരു ഹോസ്പിറ്റലിലെ പ്ലാസ്റ്റിക് സർജറിയുടെ ഹെഡായിരുന്നു. ഒരു മോളുണ്ടായിരുന്നു അമേരിക്കയിൽ ഡോക്ടർ. ഇപ്പോഴും ഇരിക്കുന്നല്ല കുറേ പേരൊക്കെ ഡോക്ടർമാരായിട്ട്. ഇങ്ങനെ അവർ മുമ്പ് കാലത്തെ നല്ലെണ്ണം അവർ ദൈവത്തെ ഇത്രത്തോളം ആശ്രയിച്ചതുകൊണ്ടും അങ്ങനെ അവരുടെ മക്കളെല്ലാം നല്ല ഉയർന്നു വന്നിട്ടുണ്ട് അവരെല്ലാവരും. പിന്നെ കൂടുതലായിട്ട് അന്നോത്തമ്മയെല്ലാം തിരുവല്ലയിലായിരുന്നു എന്നറിയാം. പിന്നെ ഗ്രേസാൻഡിയുടെ അമ്മ അവരും ദൂരെയൊക്കെയാണ് താമസിക്കുന്നത്. ഗ്രേസാൻഡി ഒരാളെ ഉള്ളൂ അവർക്ക്. അങ്ങനെ അവർ പിന്നീട് മാട്ടയ്ക്കാലായപ്പോഴാണ് അവർ തറവാട്ടിലൊക്കെ വന്നു തുടങ്ങാം. പിന്നെ കൂടുതൽ ഇതൊക്കെ തന്നെയാണ് എനിക്ക് അറിയാനുള്ളത്. നമ്മളും അവരുടെയൊക്കെ ആ പാത ഒന്ന് വിട്ടുനിന്ന് വരണം. എത്രത്തോളം ദൈവത്തിൽ ആശ്രയിച്ചു. അപ്പനാണ് ആദ്യം നടിഞ്ഞൽ സാലിഷ് ഫാർമി പള്ളി സ്ഥാപിച്ചത്. അത് ഏറ്റവും വലിയൊരു കാര്യം, നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തതാണ്. കുടുംബന്നൂർ ചർച്ച് പ്രാവശ്യമാണ്. ഇപ്പോഴും കണ്ണൻകുഴിയിൽ നിന്ന് കുടുംബന്നൂർ ചർച്ചിൽ ഒരു ആരാധനയ്ക്ക് വരുമായിരുന്നു. ഇത്രയും ദൂരം നടന്ന് കുട്ടികളും എല്ലാവരും അമ്മമാരും കൊച്ചുമക്കളും എല്ലാം ഇവിടെ വരുമായിരുന്നു. ഇപ്പോഴാണ് അപ്പം മുൻകൈ എടുത്ത് തന്നെ ഒരു ചർച്ച ശരിയാക്കിയത്. അതിന്നും അവിടെ നിലനിൽക്കുന്നുണ്ട്. നമ്മളാരും ഇവിടേക്കുള്ള ആരാധനയ്ക്കില്ലെങ്കിലും അവിടെ ഇപ്പോഴും ആരാധന നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. പക്ഷേ ഇപ്പോഴും നമ്മുടെ കുടുംബത്തിലുള്ള 99% പേരും ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവരാണ്. അത് ഏറ്റവും വലിയൊരു കഴിവാണ് അപ്പൂപ്പൻ്റെ. അപ്പൂപ്പൻ ഇങ്ങനെ ഒരു ചർച്ച വയ്ക്കാനും ആളുകളെ അതിലോട്ട് ആകർഷിച്ച് ദൈവത്തെ ആരാധിപ്പിക്കാനും ഒക്കെ തുടങ്ങിയതിൻ്റെ ആ ഒരു അനുഗ്രഹമാണ് ഇന്നും നമ്മളെല്ലാവരും ദൈവത്തെ ആരാധിക്കുന്നത്. അപ്പോൾ അത് പ്രകാരം നമ്മൾക്ക് നല്ല ഉയർച്ചയുമുണ്ട്. നമുക്ക് കുറച്ച് ചുരുക്കപ്പേരൊക്കെ സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ട് കഴിയുന്നുണ്ടെങ്കിലും ഒട്ടുമുക്കാൽ പേരും നല്ലതായിട്ടാണ് ജീവിക്കുന്നത്. അതെല്ലാം നമ്മൾ ഓർമ്മിച്ച് നമ്മളും നമ്മളെ കൊണ്ട് കഴിയുന്നതും നമ്മൾ ആ പേര് നിലനിർത്തണം. ആ പേരിന്നുകൊണ്ട് സെക്രട്ടറിയേറ്റിക്കണം എന്ന് പറഞ്ഞാൽ പേരിന്നുകൊണ്ട് നമുക്കുണ്ട്. സെക്രട്ടറിയേറ്റിൻ്റെ തലമുറ എന്ന് പറഞ്ഞാൽ എനിക്കും അനുഭവമുള്ളതാണ്. 1-2 വലിയ നായർ കുടുംബത്തിലുള്ളവരെല്ലാം ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സെക്രട്ടറിയേറ്റിൻ്റെ കുടുംബമാണോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴേ അത്രയും അപ്പൻ്റേതായ ആ പേര് നമ്മളുടെ കൂടെ ഇനിയും നമ്മൾ നിലനിർത്താൻ നമ്മൾ ശ്രമിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. നമുക്ക് എന്തെങ്കിലും തെറ്റുകുറ്റമുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക.
കുടുംബസംഘത്തിൽ പങ്കെടുത്ത എല്ലാ എണ്ണങ്ങളിലും കുടുംബാംഗങ്ങൾക്കും നമ്മുടെ രാജേഷ് മാവൻ ഉൾപ്പെടെ നന്ദി രേഖപ്പെടുത്തുന്നു. ചില വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ നമ്മൾ താല്പര്യപ്പെടുന്നു. ഒന്ന് കക്കാമുല മോളിയുടെ മകൻ കഴിഞ്ഞ ദിവസത്തിന് ആക്സിഡന്റ് പറ്റി മെഡിക്കൽ കോളേജിൽ സീരിയസ് ആയി കിടക്കുകയാണ്. അവനായി ഒന്ന് പ്രാർത്ഥിക്കണം. വിമൽ എന്നാണ് ആ കുഞ്ഞിൻ്റെ പേര്. അവനായി പ്രാർത്ഥിക്കണം. മറ്റ് പലരും നമ്മുടെ ഭവനങ്ങളിലും ആശുപത്രികളിലൊക്കെയും രോഗികളായി കിടക്കുന്നു. തൻ്റെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കാം. വീണ്ടും നമ്മുടെ ഈ സംഗമത്തിൻ്റെ അടുത്ത പ്രോഗ്രാമൊക്കെയും വളരെ അനുഗ്രഹമായി തീരാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ തലമുറകളെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അത്ഭുതകരം പ്രവർത്തിക്കപ്പെടുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരു നിമിഷം ആ വിമലിനെ ഓർത്ത് പ്രാർത്ഥിച്ചാട്ടെ. ആമേ. ഡോക്ടർമാർ ആമേ വളരെ ബുദ്ധിമുട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പ്രാർത്ഥിച്ചാൽ ആമേ അത്ഭുതകരമായ വിടുതൽ നടക്കപ്പെടുവാനിടയായി ചെയ്യും. ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല എന്ന് വേദപുസ്തകം വ്യക്തമായി പഠിപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ ആശുപത്രി ദൈവത്തിൻ്റെ കരമിറങ്ങുമാറാകട്ടെ. ഡോക്ടർമാർ ആമയെ തള്ളിതിനെ
ദൈവം തള്ളുവാനിടയായി തീരുകയില്ല. ദൈവത്തിന്റെ സാന്നിധ്യം ഇപ്പോൾ ആ വിമലിന്റെ കീഴിൽ ഇറങ്ങുമാറാകട്ടെ. ഒരത്ഭുതകരമായ വിടുതല വിമലിന്റെ മേൽ വ്യാപരിക്കപ്പെടുമാറാകട്ടെ. അതിനായി അങ്ങയുടെ പാദപിടിച്ചെങ്കിലേക്ക് സമർപ്പിക്കുകയാണ്. ഇത്രത്തോളം നീ ഞങ്ങളെ സഹായിച്ചുവല്ലോ, ഇത്രത്തോളം ഞങ്ങളെ ബലപ്പെടുത്തിയല്ലോ. രാവിലെ മുതൽ ഈ സമയം വരെ നിന്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ നിറച്ചതിനായി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കാലാവസ്ഥയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് അനുകൂലമായ ഒരു കാലാവസ്ഥ ദൈവം തന്നതിനായി സ്തോത്രം. മഴയുടെ പ്രതികൂലങ്ങളൊക്കെ അകറ്റി ദൈവജനത്തെ കൂട്ടിവരിച്ചുന്ന എല്ലാ തന്റെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. എറണാകുളത്തിൽ നിന്നൊക്കെ കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. അവരൊക്കെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ സഹോദര കുടുംബങ്ങളെല്ലാം മാനിക്കപ്പെടണം, അനുഗ്രഹിക്കപ്പെടണം. ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം ഈ ദിവസങ്ങൾ നാൾക്ക് നാളെ അഭിവൃദ്ധി പ്രാപിക്കുവാൻ, സന്തോഷം പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം ഈ കൃപ ചെയ്ത് സഹായിക്കണമേ. ഈ കൂട്ടായ്മ ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ തകർന്നു പോകുവാനിടയാകുക. നാൾക്ക് നാൾ പണിതെടുത്ത ഒരു വലിയ കൂട്ടായ്മയാക്കി മാറ്റണമേ. വലിയൊരു ബന്ധമാക്കി തീർക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. വളരെ ഭാരത്തോടെ ആയിരിക്കുന്നവരുണ്ട്, വേദനയോടെ ആയിരിക്കുന്നവര്, രോഗികളായി കിടക്കുന്നവരുണ്ട്. അവരൊക്കെ ഇന്ന് പകൽക്കാലം സൗഖ്യമാക്കണം. അതിനായി നിന്റെ പാദപിടിച്ചെങ്കിലേക്ക് സമർപ്പിക്കുകയാണ്. ഇത്രത്തോളം സഹായിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ മാതാക്കൾക്കായി, ഞങ്ങളുടെ സഹോദരങ്ങൾക്കായി, ഞങ്ങളുടെ തലമുറകൾക്കായി പ്രാർത്ഥിക്കുന്നു. മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ കർത്താവേ. ഇന്ന് പകൽക്കാലം നീ കൂടെ ഇന്ന് സഹായിച്ചതിനായി സ്തോത്രം. ഞങ്ങൾ ഇപ്പോൾ പിരിയട്ടെ. പിരിയാതെ കൂടെ ദൈവഹിതമാണെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും ഒരുമിച്ച് കാണുവാൻ, ഒരുമിച്ച് സന്തോഷിക്കുവാൻ ഒക്കെ നീ മുഖാന്തരങ്ങളിൽ സ്തോത്രം. മടങ്ങി പോകുന്ന യാത്രകളൊക്കെ തന്റെ പ്രിയപ്പെട്ടവരോട് കൂടി ഉണ്ടാകണം. അവരുടെ യാത്രകളൊക്കെ അനുഗ്രഹിക്കപ്പെടണം. അതിനായി ഇടകരങ്ങൾക്ക് ഞങ്ങളോട് സഹകരിച്ച, കേമറയായി സഹകരിച്ച എല്ലാ തന്റെ പ്രിയപ്പെട്ടവർ, ആ സഹോദരന്മാരെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ കുടുംബങ്ങൾ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് നല്ല വൈദ്യസെറ്റ് കൊണ്ടുവന്ന ആ സഹോദരനെ കുടുംബത്തെ ഞങ്ങൾ ഓർക്കുകയാണ്. അവൻ ഞങ്ങൾക്ക് ഡെക്കറേഷൻ ചെയ്തെന്ന ആ സഹോദരനായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി കഴിഞ്ഞ ആ ദിവസങ്ങളിൽ അവൻ ഞങ്ങൾക്ക് നല്ല ഭക്ഷണം പാചകം ചെയ്തെന്ന ഞങ്ങളുടെ സഹോദര കുടുംബത്തെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവരൊക്കെയും അനുഗ്രഹിക്കണം. ഇതിൽ സഹകരിച്ച, സാമ്പത്തികപരമായി സഹായിച്ച എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാത്തിനും 100 മടങ്ങ് മടക്കി കൊടുക്കുവാൻ അങ്ങ് സഹായിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ കുടുംബങ്ങളിൽ കഷ്ടതയിലായിരിക്കുന്നവരുണ്ട്, വേദനയിലായിരിക്കുന്നവരുണ്ട്. അവരൊക്കെ ഈ ദിവസങ്ങളിൽ നീ ബലപ്പെടുത്തണം, സജ്ജീകരിക്കണം. ഞങ്ങളുടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെയും അനുഗ്രഹിക്കണം. അവർക്ക് വേണ്ടിയുള്ള എല്ലാ പഠന അനുഭവങ്ങളെ നീ തന്ന് സഹായിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളിപ്പോൾ പിരിയട്ടെ. പിരിയാതെ കൂടിയിരിക്കണമേ. നന്ദിയോടെ മകത്തുകൊള്ളുക. ഞങ്ങൾക്ക് പ്രോഗ്രാമിൽ സഹായിച്ച കൊച്ചു കുഞ്ഞുങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അഭിവൃദ്ധി ഈ ദിവസങ്ങൾ തന്റെ കുഞ്ഞുങ്ങൾക്ക് നൽകണമെന്ന് കർത്താവേ. അതിനായി ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങളിപ്പോൾ പിരിയട്ടെ. പിരിയാതെ കൂടിയുവാൻ കാര്യങ്ങളെ പ്രവർത്തിക്കണമെന്ന് കർത്താവേ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആശീർവദിക്കട്ടെ. യേശുവിൻ കൃപയും പിതാവിന്റെ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കടന്നു വന്ന എല്ലാ സഹകരിച്ച എല്ലാ കുടുംബങ്ങളെയും, എല്ലാം തന്നെ പ്രിയപ്പെട്ടവരെ, ഇതിന്റെ സംഘാടകരായിരിക്കുന്ന എല്ലാ തന്നെ കുഞ്ഞുങ്ങളെ അമ്മയിൽ നമ്മൾ കർത്താവിന്റെ നാമത്തിൽ നമ്മൾ ഓരോരുത്തരുടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അടുത്ത വർഷം ഈ ദീപാവലി ദിവസത്തിൽ ഒരു കുടുംബസംഗമം നടത്തുകയാണെങ്കിൽ എത്ര പേർ വരും? എല്ലാവരും എത്തും. എന്തായാലും അടുത്ത ദീപാവലി ദിവസമാണോ അല്ലെങ്കിൽ വേറെ ഏത് ദിവസമാണെന്നുള്ളത് നമുക്കിനി കമ്മിറ്റി കൂടി തീരുമാനിക്കുന്നത്, നിങ്ങളെ അറിയിക്കുന്നതുമാണ്. അതുവരെ എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. വീണ്ടും നിങ്ങളെ ആ എക്സാക്ട് ഡേറ്റ് ആണെന്നുള്ളത് പിന്നീട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നിത്യവചനം ജീവനായക വചനം ആദി വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. ആദി വചനമുണ്ടായിരുന്നു, ആ വചനം
ദൈവികസുതനാക്കി വചനം തിരുവചനം ദൈവവചനം നിത്യവചനം ജീവദായക വചനം സൃഷ്ടി ചെയ്തൊരു വചനം വചനം ദൈവവചനം ദൈവവചനം നിത്യവചനം ജീവദായക വചനം സൃഷ്ടി ചെയ്തൊരു വചനം മാംസമെടുത്തുലരി ഭൂവാസികളത്തു വസിച്ചറിയും വചനം മാംസമെടുത്തുലരി ഭൂവാസികളത്തു വസിച്ചറിയും വചനം വഴിയായി തന്നെ സമർത്ഥം ഈ ഉലകത്തിൽ വചനം വഴിയായി തന്നെ സമർത്ഥം ഈ